എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ ടെറസിൽ ഞാൻ താമര വെച്ചിരുന്നു. അതായത് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള താമര. അതിപ്പോൾ ഫ്ലവർ ഇടേണ്ട ടൈം ആയി കഴിഞ്ഞു, റീപോർട്ട് ചെയ്യേണ്ട സമയവും കഴിഞ്ഞു. ഞാനപ്പോൾ ഇതുവരെ റീപോർട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മൾ താമരയുടെ ട്യൂബർ കാണാത്തവർക്ക് വേണ്ടി കൂടെയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ വർഷം ഒത്തിരി പൂക്കൾ തന്ന താമരയാണിത്. അപ്പോൾ ഈ താമര ഞാനിന്ന് റീപോർട്ട് ചെയ്ത് നടുന്നത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണിക്കും. ഇന്ന് താമരയുടെ ട്യൂബർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് താമരയുടെ ട്യൂബർ കാണാത്തവർക്ക് വേണ്ടി കൂടെ ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കൂടാതെ കൂട്ടത്തിൽ എൻ്റെ ടെറസിൽ കുറച്ച് വിളവെടുപ്പും ഇന്ന് ഞാൻ നിങ്ങളിലൂടെ ഷെയർ ചെയ്യാം. ഇതിലാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടിരുന്നത്. അടിയിൽ മാത്രം നമ്മൾ കാണിച്ചാൽ പോരാ അല്ലേ. അതിനെ വളമിടുന്നതും ഒഴിക്കുന്നതും എല്ലാം ഞാൻ നിങ്ങളിലൂടെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ വിളവെടുപ്പ് കൂടെ കാണിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരുന്ന കാര്യത്തിന് ഒരു പൂർണ്ണത എത്തും അല്ലേ. അപ്പോൾ അതിന്ന് ഞാൻ കുറച്ച് ക്യാബേജ് എല്ലാം എനിക്ക് വിളവെടുക്കേണ്ട സ്റ്റേജ്. ഇനി തോട്ടത്തിൽ ഈ ക്യാബേജൊക്കെ വിട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഒത്തിരി ആൾക്കാരിങ്ങനെ വന്ന് അതിനാക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിനെ ഇന്ന് നമുക്ക് വിളവെടുക്കുകയാണ് ഞാനിന്ന്. അത് ഞാൻ നിങ്ങളിലൂടെ ഇന്ന് ഷെയർ ചെയ്യാണ്. പിന്നെ കൂട്ടത്തിൽ എൻ്റെ ഇല്ല, കാരണം താമര ട്യൂബർ എടുത്ത ഉടനെ നമ്മൾ നട്ട് കൊടുക്കാൻ പാടില്ല. ഒരു 3-4 ദിവസം അതിനെ നമുക്ക് വെള്ളത്തിലിട്ട് അതിൽ അപ്പോഴത്തന്നെ വേഗത്തിൽ ബഡ് വരികയും നമ്മൾ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വേഗത്തിൽ അത് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പൂക്കളെ കൂടെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഒരാളാണ്. ഇപ്പോൾ എൻ്റെ നാട് എവിടെയെന്ന് വെച്ചാൽ കന്യാകുമാരി ജില്ലയുടെ അതിർത്തിയായ കളിയിക്കാവിളയ്ക്കും തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായ പാറശാലയ്ക്കും ഇടയിലോട്ട് കൊല്ലങ്കോട് എന്ന് പറഞ്ഞ നമ്മളെ ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ടല്ലേ. അത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ 2 അമ്മമാർ വസിക്കുന്ന ക്ഷേത്രം. കൂട്ടത്തിൽ 2 അമ്മമാർക്കും 2 അമ്പലവും ഉണ്ട്. അങ്ങനത്തെ ആ കൊല്ലങ്കോട് ക്ഷേത്രത്തിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലത്തിലുള്ള വൈക്കല്ലൂർ എന്ന് പറയുന്ന ഒരു കൊച്ച് പ്രകൃതി രമണീയമായ ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഈ ടെറസിൽ നിന്ന് നിങ്ങൾക്ക് കാണാം, അതായത് തേങ്ങാപട്ടണത്തിൻ്റെ ഹാർബർ സൈഡ് ഭാഗമെല്ലാം ആറാണ്. അതായത് 3 പറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താമരഭരണി ആറ് അവസാനിക്കുന്ന കടൽ തീരം. അപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ ടെറസിൽ നിന്നാൽ തന്നെ കാണാൻ സാധിക്കും പുഴയും ബോട്ടും ഫിഷിംഗ് ബോട്ടും എല്ലാം. അത്ര അകലമേ നമ്മുടെ കടൽ തീരത്തിൽ നിന്നും ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്കേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ താമര ഞാൻ ടെറസിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറിക്ക് പൂക്കൾ ഇങ്ങനെ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾ പൂക്കൾ ഉണ്ടാവുന്നതെല്ലാം കായ്കൾ പിടിക്കാൻ ഒരു ഗുണം കൂടിയാണ്. അതെന്തെന്ന് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ പോളിനേഷൻ, പരാഗണം. അപ്പോൾ ഈ പൂക്കൾ ഉണ്ടാകുമ്പോൾ ഒത്തിരി വണ്ടുകളും ചിത്രശലഭങ്ങളും ബട്ടർഫ്ലൈസ് എല്ലാം ഇങ്ങനെ ഈ പൂക്കളിൽ വന്നിരിക്കും. അപ്പോൾ ആ ആകർഷണം നമ്മൾ ഈ പച്ചക്കറിയുടെ പൂക്കളിലും അവർ പോയിരിക്കും. അങ്ങനെ പരാഗണം വേഗത്തിൽ നടന്ന് ഈ പൂക്കളെല്ലാം കായ്കളുണ്ടായി നമുക്ക് ഒത്തിരി വിളവ് കിട്ടാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ പൂക്കളെ കൂടെ എൻ്റെ താമരയും ബന്ദി ഇതൊക്കെ ബന്ദി ഇപ്പം നട്ടിട്ടില്ല, ഇനി അടുത്ത് നടണം. അപ്പോൾ ഈ പൂക്കൾ താമരയൊക്കെ ഞാൻ എൻ്റെ ടെറസിൽ സെലക്ട് ചെയ്യാൻ കാരണം കൂട്ടത്തിൽ ഞാൻ ഒരു ക്ഷേത്ര സഞ്ചാരി കൂടെയാണ്. അപ്പോൾ അടുത്ത് തന്നെ 4 സൈഡിലും, അതായത് 4 ദിശയിലും അമ്പലമാണ്. അതായത് നമ്മളിപ്പോൾ ഈ പുഴയുടെ അടുത്തൊരു അമ്പലമുണ്ട്. പിന്നെ വന്ന് പടിഞ്ഞാറ് സൈഡ് ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. വടക്ക് സൈഡ് ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. തെക്ക് സൈഡിലായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു ഒരു കടൽ തീരത്തോട് ചേർന്നിരിക്കുന്ന ഒരു അയ്യപ്പ ക്ഷേത്രം. അങ്ങനെ ഒത്തിരി ക്ഷേത്രങ്ങൾ കൂടെ ഇരിക്കുന്ന ഒരിടത്താണ് ഞാൻ താമസിക്കുന്നത്. കൂടുതലായിട്ട് ഓടിപ്പോകുന്നത് വടക്ക് സൈഡിലിരിക്കുന്ന നമ്മളെ കോതേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകണ്ട അല്ലേ. നമ്മളെ വീട്ടിലോ ടെറസിലോ എവിടെയെങ്കിലും ഒരു പൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാകുന്ന പൂ കൊണ്ട് ഭഗവാന് കൊടുക്കുമ്പം അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ, അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ഇങ്ങനെ 2 ഗുണം കൊണ്ടാണ് ഞാൻ താമര എൻ്റെ ടെറസിൽ നട്ട് വളർത്താൻ കാരണം. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ പച്ചക്കറിക്ക് പോളിനേഷന് വേണ്ടിയും കൂടിയാണ്.
അപ്പോൾ ആ താമരയുടെ ട്യൂബർ ഞാനിന്ന് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാനും ഇതുവരെ താമര ട്യൂബർ ഒന്നും എടുത്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ താമര ട്യൂബർ എടുക്കുന്നത്. അപ്പോൾ ഇനി ഈ താമര ഇപ്പോൾ ട്യൂബർ എടുത്ത് നമ്മൾ അടുത്ത് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള പൂക്കളുണ്ടാകും. അപ്പോൾ ഈ താമരയെ ഞാനിപ്പോൾ ട്യൂബർ എടുത്ത് അടുത്ത് റീപോർട്ട് ചെയ്ത് തന്നെ നടുന്നത്. കാരണം അങ്ങനെ നട്ടാൽ ഒത്തിരി പൂക്കളുണ്ടാവും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിക്കുള്ള പൂക്കളുണ്ടാവില്ല. അപ്പോൾ താമര വെറുതെ ഇങ്ങനെ നട്ട് വെച്ച് കൊടുത്താൽ പോരാ. നമ്മൾ കാണുമല്ലോ ചുറ്റുപാടിലുള്ള കുളങ്ങളിലും തടാകങ്ങളിലും പോണ്ടിലൊക്കെ ഒത്തിരി താമര ഇങ്ങനെ താമര കിടക്കുന്നതും താമര പൂക്കളുണ്ടാകുന്നു. നമ്മൾ കൂടുതലായിട്ട് കന്യാകുമാരി ജില്ലക്കാർക്ക് അറിയാം, നാഗർകോവിൽ സൈഡിലാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അങ്ങനത്തെ താമരയല്ല ഇത് വന്ന് ഹൈബ്രിഡ് വെറൈറ്റി ആയ താമരയാണ്. താമരയെ പറ്റിയുള്ള വീഡിയോ ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടുന്നുണ്ട് താമരയെ പറ്റി. അപ്പോൾ താമര നടുന്നതും താമര ഏതൊക്കെ ടൈപ്പിലൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ 3 തരത്തിലുണ്ട് ട്രോപ്പി. അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്ന് താമരയുടെ ട്യൂബർ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കണം. പിന്നെ എൻ്റെ ടെറസിലെ പച്ചക്കറി ഒന്ന് വിളവെടുക്കണം, അതാണ്. അപ്പോൾ ട്യൂബർ എടുക്കേണ്ട അനുയോജ്യമായ സമയമായി എന്നാണ് അവർ ലീഫൊക്കെ ഇതായി വന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി പൂക്കളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇതിന് ആദ്യം തന്നെ ട്യൂബറിനെ എടുക്കാം. താമര അടിയിലായിട്ടാണ് ഈ ട്യൂബർ കാണുന്നത്. കണ്ട, ട്യൂബർ നന്നായി ഫാമായിട്ടുണ്ട്. സൂക്ഷിച്ച് കെയർഫുള്ളായി തന്നെ എടുക്കണം. കൈവച്ച് സൂക്ഷിച്ചേ എടുക്കാവൂ, കാരണം പൊട്ടരുത്. ട്യൂബറുണ്ട്. നല്ല അടിപൊളി ട്യൂബറുണ്ട്, കണ്ടോ. അപ്പോൾ ഇതാണ് ട്യൂബർ, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ താമരയുടെ ട്യൂബർ, അതായത് കിഴങ്ങ് നമ്മൾ പറയും. ഇതിലൊക്കെ ഒത്തിരി ബഡൊക്കെ വന്നതാണ്, കുറച്ച് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിനി റീപോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ വെള്ളത്തിൽ കണ്ടോ, ഇതാണ് ബഡൊക്കെ വന്നു കഴിഞ്ഞത്, കണ്ടോ. ഇതിനി വെള്ളത്തിലോട് ഇട്ട് വയ്ക്കും. എന്നിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് നട്ട് കൊടുക്കുന്നത്. അപ്പോൾ നടുന്ന ടൈമിൽ എങ്ങനെയാണ് താമര നടുന്നതെന്ന് ഞാൻ നിങ്ങളിലോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ ട്യൂബാണ് നമ്മളെപ്പോഴും താമരയ്ക്ക് നട്ട് കൊടുക്കേണ്ടത്. റണ്ണറും നടാം. അതായത് ഇപ്പോൾ ആണ്ടയിലൊക്കെ ഒത്തിരി സീഡ്സൊക്കെ ഉണ്ട്, അതൊന്നും വാങ്ങി വയ്ക്കാതിരിക്കുക. നമ്മൾ ഈ ട്യൂബർ വെച്ച് കഴിഞ്ഞാലാണ് 1 മാസം കൊണ്ട് നമുക്കിതിൽ നിന്നും പൂക്കളുണ്ടാവാൻ സാധിക്കും. ഒത്തിരി നല്ല ഭംഗിയുള്ള പൂക്കളാണിത്. റെഡ് ഫിലിപ്പ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. കണ്ടോ, നമ്മൾ എന്ത് നട്ട് കൊടുത്താലും ഉണ്ടാകുമെന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, എൻ്റെ കാലിഫ്ലവർ ക്യാബേജ് നട്ട് 1 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാലിഫ്ലവർ നട്ട് കൊടുത്തിരുന്നത്. അത് ഞാൻ നിങ്ങളിലൂടെ ഷെയർ ചെയ്തിരുന്നല്ലേ, കണ്ടോ. അപ്പോൾ അവരൊക്കെ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിളവെടുക്കാറായില്ല, പൂ പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ ക്യാബേജിനൊക്കെ നമുക്കിന്ന് വിളവെടുക്കാം. എല്ലാം ഇന്നൊന്ന് വിളവെടുക്കാം. കണ്ടോ, എല്ലാ കാലിഫ്ലവറും ചിരിച്ച് തുടങ്ങി. ഉണ്ടോ, നമുക്ക് ക്യാബേജിനെ വിളവെടുക്കാം. കാരണം നമ്മളെ തോട്ടത്തിൽ ആക്രമിക്കാൻ ആൾക്കാരെത്തിയെന്ന് പറഞ്ഞില്ലേ, അത് നമ്മളെ മയിലമ്മമാർ വരാൻ തുടങ്ങി. കണ്ടോ, അവർ കഴിച്ചതാണിതെല്ലാം. പിന്നെ വിട്ട് കഴിഞ്ഞാൽ കിട്ടില്ല, അതുകൊണ്ട് ഇതിനെ കൂടെ വിളവെടുക്കാം. വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കണ്ടോ, ക്യാബേജിൻ്റെ തൈ കണ്ടോ, ഇതാണ് നമ്മളെ ക്യാബേജിൻ്റെ തൈ. ഇത് ഞാൻ ക്യാബേജ് വിളവെടുത്തതാണ്. ഒരു ക്യാബേജ് ഞാൻ വിളവെടുത്തു. അപ്പോൾ അത് വിളവെടുത്തിട്ട് 1 ആഴ്ച ആയതേ ഉള്ളൂ. കണ്ടോ, എത്ര തൈകളാണ് വന്നിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ നമുക്ക് ഈ തൈയിനെ തന്നെ നമുക്കിനി 365 ദിവസം നമ്മളെ തോട്ടത്തിൽ ക്യാബേജ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പുറത്തൊന്നും പോയി വിഷമടിച്ചൊന്നും വാങ്ങണ്ട. ഇതുപോലെ ഇതിന് ഞാനിപ്പോൾ അടുത്തിനി പുതിയ ഒരു തൈ ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ നിങ്ങളിലൂടെ ഷെയർ ചെയ്യും എങ്ങനെയാണ് ഞാൻ തൈ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മളെ ക്യാബേജുകളെല്ലാം വിളവെടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ താമരയുടെ ട്യൂബർ കണ്ടോ, ഇതാണ് നമ്മളെ താമരയുടെ കിഴങ്ങ്. ഇതാണ് ഞാനിപ്പോൾ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇതിനെ തന്നെ ഇനി അടുത്ത് റീപോർട്ട് ചെയ്യും. ഇന്ന് ഉടനെ നട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ഒത്തിരി
ലീഫൊന്നും വരില്ല. കാരണം 2 ദിവസം ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇതാകുമ്പോൾ വേഗം അത് ലീഫൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് വേഗം അതിൽ നിന്ന് പൂക്കൾ പറിക്കാം. അതുകൊണ്ടാണ് ഞാൻ ക്യാബേജ് നടിയിലൊക്കെ നിങ്ങളുടെ കൂടെ കാണിച്ചല്ലേ. അപ്പോൾ നടിയിൽ കാണിച്ചാൽ മാത്രം പോരാ, നമ്മളതിൻ്റെ വിളവെടുപ്പൂടെ കാണിച്ചാലേ ആ നടിയിലൊരു പൂർണ്ണതയുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, ഇങ്ങനെയെങ്കിലും എനിക്ക് വിളവെടുപ്പ് കാണിക്കാൻ സാധിച്ചല്ലോ അല്ലേ. കുഴപ്പമില്ല, നമ്മളെ വീട്ടാവശ്യത്തിന് ധാരാളം. ഇത് മയിലമ്മമാരെ ആക്രമിച്ചതിൻ്റെ ഫലത്തിൽ പറ്റിയതാണ്, സാരമില്ല. ഒത്തിരി സന്തോഷമുണ്ട്, കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക അല്ലേ. അപ്പോൾ ഇനി കുറച്ച് നമ്മൾ പയർ കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് വിളവെടുക്കാം. നമ്മൾ അധികം പ്രായമാകുമ്പോൾ വിളവെടുക്കണം, അല്ലെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ്. കണ്ടോ, അപ്പോൾ ഞാനിന്ന് വിളവെടുത്തതാണ് നമ്മളെ വാളരിപ്പയർ, കുറേ അധികം ഉണ്ട്. പിന്നെ നമ്മളെ ക്യാബേജിന് ആക്രമണം നടന്നതിലാണ്, അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള ക്യാബേജ് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് സൂക്ഷിച്ചാലും ഇതുപോലത്തെ ആക്രമണങ്ങളൊക്കെ സംഭവിക്കും കൃഷിയിൽ. അതൊക്കെ സാധാരണമാണ്, നമ്മളതൊന്നും വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടുന്നത് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും.